എന്താ മോളെ? ക്രിസ്മസ് എന്ത് രസമാണല്ലേ. എങ്ങും നക്ഷത്ര വിളക്കുകൾ തെളിഞ്ഞു നിൽക്കുന്നു. എല്ലാ വീടുകളിലും ക്രിസ്മസ് മരങ്ങളും പുൽക്കൂടും ഒരുങ്ങിയിരിക്കുന്നു. ക്രിസ്മസിന്റെ സന്ദേശവുമായി സാന്താക്ലോസും സംഘവും പാടി നടക്കുന്നു. ഇതുപോലൊരു രാത്രിയിലാണ് വർഷങ്ങൾക്ക് മുമ്പ് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു ജനിച്ചത്. ദേവദാരു വൃക്ഷങ്ങളിൽ മഞ്ഞു വീഴുകയും വാനമേഘങ്ങളിൽ മാലാഖമാർ ഗ്ലോറിയ പാടുകയും ചെയ്ത രാത്രി. ഉണ്ണിയേശുവിന്റെ പിറവി തിരുനാളിനെ പറ്റിയും യേശുനാഥന്റെ ജീവിതത്തെ കുറിച്ചും പലവട്ടം കേട്ടതാണ്. എങ്കിലും ഈശോയെ പറ്റി പറയുമ്പോ വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നും. ലോകരക്ഷകന്റെ അവതാര കഥ അപ്പച്ചൻ എനിക്ക് ഒന്നുകൂടി പറഞ്ഞു തരില്ലേ? പറയാം മോളെ. ആദവും ഹൗവയും വിലക്കപ്പെട്ട കനി തിന്ന് പറുദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ട കഥ മോൾക്കറിയാമല്ലോ. ഓരോ തെറ്റിലൂടെയും മനുഷ്യരകന്നു പോകുമ്പോഴും മനുഷ്യരെ വീണ്ടെടുക്കാനും രക്ഷിക്കുവാനും ദൈവം ആഗ്രഹിച്ചു. ലോകമനുഷ്യരെ മുഴുവൻ രക്ഷിക്കുന്നതിനായി സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. ഗലീലിയായിലെ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന മറിയം എന്ന കന്യകയെ തന്റെ രക്ഷാകര പദ്ധതിക്കായി ദൈവം തിരഞ്ഞെടുത്തു. പരിശുദ്ധ മറിയത്തെ ഗബ്രിയേൽ മഹാദൂതൻ ഈ മംഗളവാർത്ത അറിയിച്ചു. ഈ അഭിവാദനത്തിന്റെ അർത്ഥം എനിക്കറിയാൻ കഴിഞ്ഞില്ല. മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടും. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന് അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധ ദൈവപുത്ര എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്ത് ഒരു പുത്രനെ ഗർഭം ധരിച്ചു. വന്തി എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. രക്ഷകന് ജന്മം നൽകാൻ കഴിഞ്ഞ പരിശുദ്ധ മറിയം ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതിയാണ്. ദൈവത്തിന്റെ തിരുവചനം മഹാദൂതനിലൂടെ കേൾക്കാനും ഈശോയെ ഗർഭം ധരിക്കാനും പരിശുദ്ധ അമ്മയ്ക്ക് കഴിഞ്ഞല്ലോ. അപ്പച്ച, മാലാഖമാരെ കാണാൻ ഞങ്ങൾക്ക് സാധിക്കുമോ? തീർച്ചയായും. മാലാഖമാർ എപ്പോഴും കുഞ്ഞുങ്ങളെ തേടി വരാറുണ്ട്. ഏറെ പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് കാലങ്ങളിൽ മാലാഖമാർ നിങ്ങളുടെ അടുത്ത് വരിക തന്നെ ചെയ്യും. മോളും മോളുടെ കൂട്ടുകാരും എപ്പോഴും കാവൽ മാലാഖയോട് പ്രാർത്ഥിക്കണം. കാവൽ മാലാഖയാണ് തെറ്റുകളിലേക്ക് വീണു പോകാതെ നമ്മെ വഴി നടത്തുന്നത്. മാലാഖേ
അണച്ചു കാത്തു നടത്തേണമേ. എന്നെ കാക്കുന്ന കാവൽ മാലാഖേ, എന്നെ കാക്കുന്ന കാവൽ മാലാഖേ. കാവൽ മാലാഖേ, എന്നെ കാക്കുന്ന കാവൽ മാലാഖേ. അപ്പച്ചാ, ഗബ്രിയേൽ മഹാദൂതന്റെ മംഗളവാർത്തയ്ക്ക് ശേഷം പിന്നെ എന്തായിരുന്നു? അങ്ങനെ ദൈവത്തിന്റെ തിരുവചനം പോലെ പരിശുദ്ധ മറിയം ഗർഭം ധരിച്ചു. വൃദ്ധയും വന്ധ്യയുമായ എലിസബത്ത് ഗർഭം ധരിച്ച വിവരവും ഗബ്രിയേൽ മഹാദൂതൻ പറഞ്ഞിരുന്നല്ലോ. യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലായിരുന്നു എലിസബത്തിന്റെ ഭവനം. പരിശുദ്ധ മറിയം അവിടെ പോയി തന്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനെ കണ്ട് ശുശ്രൂഷകൾ ചെയ്തു. എലിസബത്ത് അമ്മയ്ക്ക് എന്റെ അഭിവാദനം. മറിയം, നിന്നെ കാണാൻ കഴിഞ്ഞതിൽ എനിക്കേറെ സന്തോഷം. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്കുണ്ടായല്ലോ. ഇതാ നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറയും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അങ്ങനെ പരിശുദ്ധ മറിയം ദൈവത്തെ മഹത്വപ്പെടുത്തിയും സ്തുതിച്ചും പ്രാർത്ഥനയിൽ ജീവിച്ചു. മറിയം ഗർഭിണിയാണെന്നറിഞ്ഞപ്പോ മറിയത്തെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ ജോസഫ് തീരുമാനമെടുത്തു. എന്നാൽ അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണെന്നും ദൈവീക പദ്ധതി പ്രകാരമാണെന്നും ഗബ്രിയേൽ ദൂതൻ എന്ന് മനസ്സിലാക്കിയപ്പോൾ ജോസഫ് അവളെ സ്വീകരിച്ചു. അപ്പച്ച, ഔസേപ്പിതാവും മറിയവും ബെത്ലഹേമിൽ എത്തിയ കഥ പറയാമോ? പറയാം. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണമെന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. കൊറേനിയോസ് സിറിയയിൽ ദേശാധിപതി ആയിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും താങ്കളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ്
ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഭാര്യ മറിയത്തോടൊപ്പം പോയി. അപ്പോൾ മറിയം പൂർണ്ണ ഗർഭിണിയായിരുന്നു. അയ്യോ, എനിക്ക് ഇനിയും മുന്നോട്ട് പോകാനാവുന്നില്ല. പ്രസവ സമയമായെന്ന് തോന്നുന്നു. എവിടെയെങ്കിലും ഒന്ന് വിശ്രമിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ദേ, അവിടെ ഒരു വെട്ടം കാണുന്നു. പതുക്കെ നടക്ക്, നമുക്ക് അവിടെ പോയി ചോദിക്കാം. ആ ആ ആ പതുക്കെ പതുക്കെ. ആ താമസക്കാരെ, ഇവിടെ ആരുമില്ലേ? എന്തു വേണം? ഞങ്ങൾക്ക് ഈ രാത്രിയിൽ കഴിയുവാൻ ഒരിടം തരുമോ? എന്റെ ഭാര്യയ്ക്ക് തീരെ സുഖമില്ല. ഹോ, കടന്നു പോ. ഓരോരോ നാശങ്ങൾ വലിഞ്ഞു കയറി വന്നോളൂ. വരൂ. ദേ, അതൊരു സത്രമാണെന്ന് തോന്നുന്നു. നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം. ഏയ്, ഈ സത്രത്തിൽ ഞങ്ങൾക്ക് കൂടി ഇടം തരുമോ? എന്റെ ഭാര്യയ്ക്ക് പ്രസവ സമയമായിരിക്കുന്നു. വൈകുന്നേരം തന്നെ ഇവിടെ ആളുകളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. ഭാവിരാത്രി പ്രസവിക്കാൻ സ്ഥലം തേടി വന്നിരിക്കുന്നു. സ്ഥലമുണ്ടോ എന്ന് എല്ലാ കാലിത്തൊഴുത്തിലും പോയി നോക്ക്. ലോകത്തിന്റെ മുഴുവൻ സൃഷ്ടാവും പരിപാലകനുമായ ദൈവത്തിന്റെ പുത്രൻ ലോകരക്ഷയ്ക്കായി മനുഷ്യപുത്രനായി എളിയവരിൽ എളിയവനായി കാലിത്തൊഴുത്തിൽ അവതരിച്ചു. പരിശുദ്ധ കന്യാമറിയം തന്റെ പുത്രനെ പ്രസവിച്ച് പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് അവനെ പുൽത്തൊട്ടിയിൽ കിടത്തി. ആകാശങ്ങളിൽ മാലാഖമാർ ഗ്ലോറിയ പാടി നിറഞ്ഞു.
രക്ഷകൻ പിറന്ന വാർത്ത ആദ്യം അറിഞ്ഞതും രക്ഷകനെ കാണാൻ ആദ്യം ഭാഗ്യം ലഭിച്ചതും സാധാരണക്കാരായ ആട്ടിടയന്മാർക്കായിരുന്നു. വയലുകളിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ഇടയന്മാരുടെ അടുത്തേക്ക് ദൈവദൂതനെത്തി. അയ്യോ, അതെന്താണ്? എന്താണ് ഒരു പ്രകാശം? ഏയ് എഴുന്നേക്ക്, ദേ നോക്ക്. ഏയ്, എന്താണത്? ഭയപ്പെടേ ഭയപ്പെടേ, സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കും. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. അങ്ങനെ കാലിത്തൊഴുത്തിലെ ഉണ്ണിയേശുവിന്റെ ജനനത്തിന് ആട്ടിടയന്മാരും സാക്ഷികളായി, അല്ലേ? കർത്താവായ ദൈവം എളിയവരെ എന്തുമാത്രം സ്നേഹിക്കുന്നു, അല്ലേ അപ്പച്ച? അതുകൊണ്ടല്ലേ അവിടുത്തെ കാണാനുള്ള ഭാഗ്യം ഇടയന്മാർക്ക് ലഭിച്ചത്. അതെ അതെ, അതോടൊപ്പം തന്നെ അവിടുത്തെ അന്വേഷിക്കുന്ന ഏവർക്കും അവിടുത്തെ കണ്ടെത്താനുള്ള ഭാഗ്യവും ദൈവം നൽകുന്നു. അതുകൊണ്ടാണ് ഉണ്ണിയേശുവിനെ തേടിയിറങ്ങിയ ജ്ഞാനികളായ 3 രാജാക്കന്മാർക്കും ആ ഭാഗ്യം ലഭിച്ചത്. അവർ ഉണ്ണിയേശുവിന് പൊന്നും മീറയും കുന്തിരിക്കവും കാഴ്ചവെച്ചു. ആട്ടിടയന്മാരും ഉണ്ണിയേശുവിനെ കൺകൊടുക്ക കണ്ടു. ലോകരക്ഷകൻ ജനിച്ച ആ വിശുദ്ധമായ രാത്രിയുടെ ഓർമ്മയ്ക്കാണ് ലോകം മുഴുവൻ സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശവുമായി ഇന്നും ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അപ്പച്ച, എനിക്ക് ഉണ്ണിയേശുവിനെ കാണാൻ സാധിക്കുമോ? തീർച്ചയായും. പ്രാർത്ഥനയോടെ കാത്തിരുന്നാൽ മോളുടെ ഈ കുഞ്ഞു ഹൃദയത്തിലും ഈശോ വന്നു പിറക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയ കവാടത്തിനരികിൽ ഈശോ വന്നു നിൽക്കാറുണ്ട്. അവന് പിറവിയെടുക്കാനും നമുക്ക് നിത്യരക്ഷ നൽകുവാനുമായി ഉണ്ണിയേശുവിനെ നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാം.